ഹലോ. അപ്പോൾ ഈ സാധനം എന്താണെന്നറിയോ? കിലാഞ്ചി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും മുട്ടയും വേറൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് ടൈഗർ അരിയാണ്. ടൈഗർ അരി ഇല്ലെങ്കിൽ ബസ്മതി റൈസ്, അല്ലെങ്കിൽ നമ്മൾ ശീരകത്തരി എന്ന് പറയും. അതിൻ്റെ ഏതെങ്കിലും അരി, നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരിയില്ലേ, ആ അരിയിൽ ഏതെങ്കിലും അരി എടുക്കുക. നമ്മളിപ്പോൾ എടുത്തേക്കണ ഭാഗം എന്ന് വെച്ചാൽ 1 കിലോ അരിക്ക് 10 മുട്ട. അങ്ങനെയാണ്. ഇത് മുട്ടയും അരിയും കൂടി അരച്ചെടുക്കുക. എന്നിട്ട് നേരെ ബാക്കി ഞാൻ കാണിച്ചു തരാം. മേളിൽ നിന്ന് കോരി എടുക്കുക, അതിലോട്ട് ഒഴിക്കുക. ഇത്രയുള്ളതിന് അടുപ്പത്ത് കയറ്റുക. അത് നമ്മൾ അടിയിലോട്ട് തീ വെച്ച് കൊടുക്കുക. എടുക്കുന്നു. ഇനി ഇത് മടക്കിയെടുക്കുക. സമയം കൊണ്ട് അവിടെ വേറെ ഒരെണ്ണം ഇതാക്കുന്നു. നമ്മളിത് മടക്കിയിട്ട് ടിഷ്യൂ പേപ്പർ പോലെ ആവും. ഇത് എങ്ങനെ ഉണ്ടാകും? ഇനി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്ത് വയ്ക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ പോലെ ഉണ്ടാകും. അത് നമ്മൾ കഴിക്കാൻ വേണ്ടി തേങ്ങാപ്പാലില്ലേ, തേങ്ങയുടെ പാൽ എടുത്തിട്ട് അതിൽ പഞ്ചസാര ഇട്ട് കഴിക്കുക. കിലാഞ്ചി റെഡി.